ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണം ഇങ്ങനെ എത്താറായല്ലേ, ഇനി ഒരു ദിവസം കൂടിയുള്ള ഓണത്തിന്. അപ്പം നമുക്കൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ പായസം ഇല്ലാതെ എന്ത് ഓണമാണല്ലേ. അപ്പം ഞാനിന്നിവിടെ പരിപ്പ് പായസമാണ് തയ്യാറാക്കണത്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഈ നെയ്യിൽ കിടന്ന് നേരിയ സ്ലിമ്മിലിട്ട് ഈ പരിപ്പ് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നിങ്ങളുടെ ഓണമൊക്കെ എടുത്തോളം വരെ എത്തി എന്നൊക്കെ പറയണേ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമാണ്. ഇത് 2ാം പാലാണ്. ഇവിടെ ഒരു 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 3/4 കിലോ പരിപ്പുള്ളതുകൊണ്ടാണ് 2 തേങ്ങ എടുത്തിരിക്കുന്നത്. അതിന് 2ാം പാലാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് 1ാം പാൽ. ഇനി പരിപ്പ് നമുക്ക് വേവിച്ചെടുക്കണം. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ പരിപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കറിൽ പരിപ്പ് ഞാൻ 2 വട്ടമായിട്ടാണ് വേവിക്കാൻ വേണ്ടി വെച്ചത്. അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടയണം. അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ചാണ് കട്ടകളില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര നീരൊഴിക്കണം. 3/4 കിലോ പരിപ്പിന് 1.5 കിലോ ശർക്കരയാണ്. ഇനി മധുരം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചാൽ മതി മധുരം. അപ്പം ഞാനിവിടെ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരയിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി ഈ പരിപ്പിലേക്ക് നന്നായിട്ട് മധുരം പിടിക്കുന്നിടത്തോളം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ പരിപ്പിലേക്ക് നല്ല മധുരമൊക്കെ ശർക്കര നീരും എല്ലാം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള കശുവണ്ടിയും മുന്തിരിയും എള്ളൊക്കെ നമുക്ക് വറുത്തെടുക്കണം. ഒരു ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഈ എള്ളും നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.